നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2025 ഫെബ്രുവരി മാസത്തെ രോഹിണി നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമെന്ന് പരിശോധിച്ച് നോക്കാം. രോഹിണി നക്ഷത്രം എടവക്കൂറാണ്. അപ്പോൾ എടവത്തിലാണ് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സഞ്ചരിക്കുന്നത്. അപ്പോൾ ഒരു പ്രകാരത്തിൽ ദൈവാധീനം ഉണ്ടെങ്കിലും ദൈവാധീനം പൂർണ്ണമല്ല എന്ന് വേണം പറയാൻ. കാരണം ജന്മരാമ വനേ ദുഃഖം എന്ന് പറയുന്നൊരു യോഗമാണ്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ വനവാസത്തിന് പോയ രീതിയിലുള്ള കൃത്യമായി എവിടെ എന്ത് എങ്ങനെ എന്നുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ ലക്ഷ്യസ്ഥാനം കാണാതെയുള്ള ഒരു അലച്ചിലുണ്ടാകാനുള്ള സാധ്യതയുള്ളൊരു സമയമാണ് വ്യാഴൻ ലഗ്നത്തിൽ നിൽക്കുന്ന സമയം. എങ്കിലും ചന്ദ്രലഗ്നാധിപതിയായിരിക്കുന്ന ശുക്രൻ ഉച്ചബലവാനായിട്ട് സർവാഭിഷ്ട സ്ഥാനത്താണ് നിൽക്കുന്നത്. അവിടെ തന്നെ രാഹു നിൽക്കുന്നുണ്ട്. അപ്പോൾ ശുക്രന് ലഗ്നാധിപതിക്ക് ഒരു പാപയോഗം വന്നു എന്ന് പറയുന്നൊരവസ്ഥ ഉള്ളത് കാരണം കൊണ്ട് സന്തോഷിക്കുമ്പോൾ പെട്ടെന്ന് ചെറിയ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള യോഗമുണ്ട്. മാത്രമല്ല 5ാം ഭാവത്തിൽ ഘടകാരകനായിരിക്കുന്ന കേതുവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ഉച്ചബലവാനായിട്ട് നിൽക്കുന്ന ശുക്രൻ എന്ന് പറയുമ്പോൾ ജലധനഭുക്ത എന്ന് പറയുന്ന യോഗം ചെയ്ത് മീനൻ രാശിയിലാണ്. അപ്പോൾ കടൽ കടന്ന് പോവുക, വിദേശത്ത് പോവുക, അല്ലെങ്കിൽ വീട് വിട്ടു നിന്ന് തൊഴിലെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ്. ചെയ്യുന്ന പ്രവർത്തിക്ക് തക്കതായിരിക്കുന്ന ലാഭം കിട്ടാനായിട്ട് യോഗമുണ്ട്. കാരണം നിവർത്തി സ്ഥാനാധിപതിയായിരിക്കുന്ന ചൊവ്വ 2ലാണ്. അത് ദ്വിദ്വാദശ യോഗം എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. 12ാം ഭാവാധിപതി 2ൽ നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അത് അഭക്ഷ്യമായ വസ്തുക്കളുള്ളിൽ ചെല്ലുക, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ അശുദ്ധി വിടുക, നല്ല ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചാൽ എടുത്തിയാടി നേതൃത്വപരമായി സംസാരിക്കുന്നത് പോലെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നലുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് മറ്റുള്ളവർക്ക് അത് കേൾക്കുന്നവർക്ക് മാനസികമായിട്ടുള്ളൊരു നീരസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ദോഷത്തെ ചെയ്യും. ചില സമയത്ത് സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾക്കും യോഗമുണ്ട്. എന്തായാലും ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായിട്ട് ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്താണ് നിപുണായോഗം ചെയ്ത് ആദിത്യനും ബുധനും നിൽക്കുന്നത്. കുടുംബസുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട്. തറവാട് സ്വത്തൊക്കെ ഉണ്ടെങ്കിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. മാതാപിതാക്കളുടേതായിരിക്കുന്ന അനുകൂലമായിരിക്കുന്ന നിലപാടുകൾ കൊണ്ട് മാനസികമായിട്ട് സന്തോഷം ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവരെ സംബന്ധിച്ച് നല്ല തൊഴിൽ കിട്ടാൻ യോഗമുണ്ട്. പക്ഷേ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ ഇത്തിരി ശ്രദ്ധ കുറയാനുള്ള സാധ്യതയാണുള്ളത്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പഠനത്തിൻ്റെ കാര്യത്തിൽ. ബാക്കിയുള്ള കാര്യത്തിലൊക്കെ അനുകൂലമാണ്. ദൈവാധീനം വരാനായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക്, ഭാഗ്യസുക്ത, പുഷ്പാഞ്ജലിയൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കണം. പഠനകാര്യത്തിൽ ദോഷങ്ങൾ തോന്നുകയാണെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നാരങ്ങാമാല, അതുപോലെ തന്നെ അഭിഷേകം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്നായിട്ട് പ്രാർത്ഥിക്കാം. അപ്പോൾ അങ്ങനെ ദൈവാധീനം വന്നു കഴിഞ്ഞാൽ ഈ മാസത്തിൽ എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. ഇപ്പോൾ തൊഴിലില്ലാതെ തൊഴിൽ അന്വേഷിച്ച് നടക്കുന്നവർ, അതേപോലെ തന്നെ ഗൾഫിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നവർ, PSCക്ക് എഴുതിയിട്ട് ലിസ്റ്റിൽ വന്നൊരു ജോലി കാത്തിരിക്കുന്നവർ, ഇവർക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കിട്ടാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. അപ്പോൾ ദൈവാധീനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല പ്രാർത്ഥനയും ക്ഷേത്ര ദർശനം പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ തൊഴിൽ കിട്ടും. തൊഴിൽ സ്ഥാനക്കയറ്റത്തിന് യോഗമുള്ള സമയമാണ്. വരുമാന വർധനവിന് യോഗമുള്ള സമയമാണ്. അപ്പോൾ ദൈവാധീനം വർദ്ധിപ്പിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഈ മാസം വളരെ ഗുണപ്രദമായിട്ടാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.